ഹലോ ഗൈസ്, ഈ തുള്ളി തുള്ളി എങ്ങോട്ടേ പോകുന്നതെന്നല്ലേ നിങ്ങൾ കരുതുന്നത്? എനിക്കും പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നുമില്ല. പിന്നെ ഓഫ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇതെൻ്റെ ഒരു സോളോ ഡേറ്റാണ്. ഏറെക്കുറെ സോളോ ഡേറ്റ് എന്നൊക്കെ തന്നെ പറയാം. ബീച്ചിൽ പോകണമെന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. പിന്നെ കെട്ടി ഒരുങ്ങി ഇറങ്ങി വന്നപ്പോഴത്തേനും ലേറ്റായിപ്പോയി. അപ്പോൾ ഞാൻ ഓർത്ത് നേരെ ബസ് കയറി നമുക്ക് അൾട്രയ്ക്ക് പോകാമെന്ന്. അൾട്രയിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ ഷോപ്പുകളുണ്ട്, ജുമാ മാർക്കറ്റും ഉണ്ട്. അപ്പോൾ നേരം പൊക്കോളും. പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ അതൊക്കെ കണ്ട് കേട്ട് വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സൊന്ന് നിർവൃതിയാണ്. വീക്കെൻഡ്സിൽ ഇവിടെ ഭയങ്കര ജനക്കൂട്ടാട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല. ഇവിടെ ലുലു, ഗ്രാൻഡ്, നെസ്റ്റോ, പിന്നെ എക്സൈറ്റ്, കല്യാൺ ജൂലേഴ്സ്, ജോയാലുക്കാസ്, മാക്സ്, റെഡ് ടാഗ്, 24, അൽനസർ, അങ്ങനെ എന്ത് വേണ്ട ഷോപ്പുകളും ഇവിടെയുണ്ട്. വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാണ്ട് ഞാൻ അവിടുന്ന് നേരെ ഒരു അവക്കാഡോ ഷേക്കും വാങ്ങിയിട്ട് നമ്മൾ പോകുന്നതിന് ഫ്രൈഡേ മാർക്കറ്റിലോട്ടാണ്. ഇനി ഫ്രൈഡേ മാർക്കറ്റിനെ പറ്റി പറയാം. ഈ ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു തുറന്ന ചന്തയാണ്. ഏക്കർ കണക്കിന് ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഒരു ചന്ത. നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ ഉണ്ട്. മനുഷ്യന്മാർ ഒഴിച്ച് ബാക്കി എന്ത് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. ഈ ഓരോ കെട്ടിടങ്ങൾ കണ്ടോ? ഈ ഓരോ കെട്ടിടങ്ങൾക്കും ഓരോ നമ്പറുകളുണ്ട്. അതനുസരിച്ചിട്ടാണ് അവിടെ എന്തൊക്കെ സാധനങ്ങളായിരിക്കും വാങ്ങാൻ നമുക്ക് കിട്ടുക, എന്തൊക്കെയാവും ഉണ്ടാകുക എന്ന് നമുക്ക് അറിയാൻ പറ്റുക. അപ്പം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വേണമെങ്കിൽ അതുണ്ട്, സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ഐറ്റംസ് വേണമെങ്കിൽ അതുണ്ട്. ഇനി നിങ്ങൾക്ക് പുതിയ സാധനങ്ങൾ വേണമെങ്കിലും അതും നമുക്ക് ഇവിടുന്ന് കിട്ടും. വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ, വീട്ടുപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഡെക്കറേഷൻ ഐറ്റംസ്, ടോയ്സ്, അങ്ങനെ എന്ത് വേണ്ട സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണ പ്രവാസികൾ മാത്രമല്ല, മറിച്ച് ഇവിടെ കുവൈറ്റീസും വന്ന് സാധനങ്ങൾ വാങ്ങി പോവാറുണ്ട്. വലിയ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് അതിനകത്ത് സാധനങ്ങൾ വരെ കൊണ്ടുപോകുന്നവരുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി കണ്ട് നടക്കാറാണ് പതിവ്. പിന്നെ നമുക്കിവിടുന്ന് ബാർഗെയിൻ ചെയ്ത് സാധനം വാങ്ങാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമുക്ക് ചില സമയങ്ങളിൽ വില കുറച്ചും കിട്ടാറുണ്ട്. 2 കേടിക്ക് കൊടുക്കുന്ന സാധനങ്ങൾ 750 ഫിൽസിന് തരാമോ എന്ന് ചോദിച്ച് തെറി കേട്ടിട്ട് വന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ സാധാരണ ഇവിടെ വന്നാൽ പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഡ്രസ് മെറ്റീരിയൽ കിട്ടുന്ന സ്ഥലമാണ്. പല രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഇതേപോലത്തെ തുണിത്തരങ്ങൾ കിട്ടും നമുക്ക്. തുർക്കിയുടെയൊക്കെ നല്ല തുണികളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് നീറ്റായിട്ട് നമ്മൾ എടുത്താൽ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല രസമായിരിക്കും. അങ്ങനെ കുറേ നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നപ്പോഴത്തേനും പെട്ടെന്ന് ഇരുട്ടി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് നോക്കിയിട്ട് ഞാൻ നേരെ പോകുന്നത് ലുലുവിലേക്കാണ്. ഇനി ലുലുവിലെ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ പാർട്ട് 2 ഇടുന്നതാണ്. അപ്പം പാർട്ട് 2 കാണാം. സ്റ്റേ ട്യൂൺ. ബൈ.